dear friends, welcome to the Auto Vlog channel. ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഏപ്രിൽ മാസത്തിലെ വാഹനങ്ങളുടെ ടോപ്പ് 10 കാറുകളുടെ സെയിൽ ലിസ്റ്റാണ് ഇന്നത്തെ കാര്യങ്ങൾ പറയുന്നത്. വീഡിയോയിൽ പറയുന്നത് 10ാം സ്ഥാനം മഹേന്ദ്രയാണ്. മഹേന്ദ്ര സ്കോർപിയോ. നമ്മൾ ഇയർ ഓൺ ഇയർ ബേസിസിലാണ് ഈ ഒരു സെയിൽ പറയുന്നത്. 10ാം സ്ഥാനത്തുള്ള മഹേന്ദ്ര സ്കോർപിയോ ആണ്. കഴിഞ്ഞ മാസം ഏപ്രിലിൽ 14,719 വാഹനങ്ങളാണ് മഹേന്ദ്ര സ്കോർപിയോയുടെ ആയിട്ട് സെയിൽ ചെയ്തിരിക്കുന്നത്. ഇത് കഴിഞ്ഞ വർഷം ഏപ്രിലാണെങ്കിൽ 15,534 വാഹനങ്ങളായിരുന്നു. അതായത് 5% കുറവ് ഇവിടെ മഹേന്ദ്ര സ്കോർപിയോ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഒരു വലിയ SUV എന്നുള്ള രീതിയിൽ 5 സ്റ്റാർ സേഫ്റ്റിങ്ങോടൊക്കെ കൂടി ബേസ് മോഡലിന് മാനുവൽ മോഡലിന് 17 ലക്ഷം വരുന്ന ഈ ഒരു മഹേന്ദ്ര സ്കോർപിയോ ഇത്ര ഒരു 15,000-16,000 ഈ ഒരു രീതിയിലുള്ള സെയിൽ ഒരു 12 മുതൽ 16,000 ഇടയിൽ വരുന്നത് തന്നെ വലിയൊരു കാര്യമാണ് മഹേന്ദ്രയെ സംബന്ധിച്ച്. ഇനി 9ാം സ്ഥാനത്ത് ഹ്യുണ്ടായി ക്രെറ്റയാണ്. കഴിഞ്ഞ മാസം ഏപ്രിലിൽ 15,291 വാഹനങ്ങളായിരുന്നു. കഴിഞ്ഞ വർഷം നമ്മൾ നോക്കുകയാണെങ്കിൽ ഏപ്രിലിൽ 17,016 വാഹനങ്ങളായിരുന്നു. അതായത് 10% കുറവ് വന്നിട്ടുണ്ട്. ഈ ഒരു സെയിൽ സ്റ്റാർട്ട് നോക്കുകയാണെങ്കിൽ ടോപ്പ് 10 വാഹനങ്ങൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കുറവ് വാഹനങ്ങൾ സെയിൽ ചെയ്ത ക്രെറ്റ, അതായത് പേഴ്സൻറ്റേജ് നോക്കുകയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ പേഴ്സൻറ്റേജിൽ കുറവ് വന്ന് കഴിഞ്ഞ ഇയർ ഓൺ ഇയർ ബേസ് നോക്കുകയാണെങ്കിൽ ഏറ്റവും കുറവ് വന്ന് ക്രെറ്റയാണ്. എങ്കിലും ഈ ക്രെറ്റ നമ്മൾ നോക്കുകയാണെങ്കിൽ 15,000 to 18,000 ഇടയിൽ കണ്ടിന്യൂസ് ആയിട്ട് സെയിൽ വന്നുകൊണ്ടിരിക്കുന്ന വാഹനമാണ്. പക്ഷേ എബവ് 4 മീറ്റർ SUV നോക്കുകയാണെങ്കിൽ നമ്മൾ അതിലേറ്റവും കൂടുതൽ സെയിൽ വരുന്ന വാഹനവും ക്രെറ്റ തന്നെയാണ്. ഇനി അടുത്ത നമ്മൾ നോക്കുകയാണെങ്കിൽ 8ാം സ്ഥാനത്തേക്ക് മാരുതി സുസുക്കി സ്വിഫ്റ്റ് ആണ്. സ്വിഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 2005 ഇറങ്ങി. അതുമുതൽ ഒരു എത്രയോ വർഷങ്ങളായിട്ട് ഈ ഒരു സ്വിഫ്റ്റ് ഇന്ത്യക്കാരുടെ ഏറ്റവും ജനപ്രിയ ഹാച്ച് ബാക്കായി മാറിക്കൊണ്ടിരിക്കുന്ന വാഹനമാണ്. ടോപ്പ് 10 ഇപ്പോൾ കുറച്ച് മാസങ്ങളായിട്ട് അങ്ങനെ കാണാറില്ല. പക്ഷേ ഇപ്രാവശ്യം 8ാമത്തെ സ്ഥാനം സ്വിഫ്റ്റിനാണ്. 17,829 വാഹനങ്ങളുടെ സെയിലാണ് സ്വിഫ്റ്റിന് വന്നിരിക്കുന്നത്. ഇതിനു മുന്നേ കഴിഞ്ഞ വർഷം നോക്കുകയാണെങ്കിൽ 14,592 വാഹനങ്ങളായിരുന്നു. 22% വർധനവ് ഈ ഒരു ഏപ്രിലിൽ വന്നിട്ടുണ്ട്. 7ാം സ്ഥാനം നമ്മൾ നോക്കുകയാണെങ്കിൽ ടാറ്റ നെക്സോൺ ആണ്. ടാറ്റ നെക്സോൺ സാധാരണ ഒരു ടോപ്പ് 5 എന്തായാലും വരുന്ന ഒരു വാഹനമായിരുന്നു. പക്ഷേ കഴിഞ്ഞ ഏപ്രിൽ നോക്കുകയാണെങ്കിൽ 18,126. എങ്കിലും ഒരു സ്റ്റഡി സെയിലായിട്ട് നമുക്കിതിനെ കാണാം. ഒരു 18 തൊട്ട് 22,000 23,000 വരെയൊക്കെ വന്നിട്ടുണ്ട്. 18-നും 23-നും ഇടയിൽ 23,000-നൊക്കെ ഇടയിൽ ഈ ഒരു വാഹനം സെയിൽ ചെയ്യുന്നുണ്ട്. ഗ്രോത്ത് പേഴ്സൻറ്റേജ് ആണ് കാണിക്കുന്നത് 17%. കഴിഞ്ഞ വർഷം ഏപ്രിലിൽ 15,457 വാഹനങ്ങളാണ് വിറ്റത്. ഇനി അടുത്തത് നമ്മൾ നോക്കുകയാണെങ്കിൽ 6ാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് മാരുതി സുസുക്കി ബെലിനോ ആണ്. 18,306 വാഹനങ്ങൾ കഴിഞ്ഞ മാസം വിറ്റു. 13,180 ആയിരുന്നു കഴിഞ്ഞ വർഷം ഏപ്രിലിൽ വന്നിരിക്കുന്നത്. 39% വളർച്ച വന്നിട്ടുണ്ട്. ഒറ്റയടിക്ക് നമ്മളിപ്പോൾ ഒരു പ്രീമിയം ഹാച്ച് ബാക്ക് എടുക്കാൻ ഒരു സാധാരണക്കാരൻ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാം കൊണ്ടും തികഞ്ഞൊരു വാഹനം എന്ന് നമുക്ക് ബെലിനോയെ പറയാം. കാരണം ആവശ്യത്തിന് മൈലേജ്, റീസെയിൽ വാല്യൂ, അത്യാവശ്യത്തിന് ഇപ്പോൾ ഭാരതൻ ഗ്യാപ്പ് ആണെങ്കിൽ 4 സ്റ്റാർ സേഫ്റ്റി ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു വാഹനമായിട്ട് നമുക്ക് മാരുതി ബെലിനോയെ പറയാം. ഒരു 6.5 ലക്ഷത്തിനൊക്കെ ബേസ് മോഡൽ കിട്ടേണ്ടതാണ്. അടുത്ത 5ാം സ്ഥാനം എന്ന് പറഞ്ഞാൽ മാരുതി സുസുക്കി വാഗണറാണ്. ടോൾ ബോയ് ഹാച്ച് ബാക്ക് ആയിട്ടുള്ള ഈ ഒരു വാഹനം സ്റ്റഡി സെയിലാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ മാസം ഏപ്രിലിൽ 18,648 വാഹനങ്ങളുടെ സെയില്. ഇതിനു മുന്നേ കഴിഞ്ഞ വർഷം നോക്കുകയാണെങ്കിൽ 13,413 വാഹനങ്ങളുടെ സെയില്. 39% വർധനയുണ്ട് ഈ ഒരു വാഹനത്തിന്. അത് തീർച്ചയായിട്ടും ഒരു നല്ല വർധനവ് തന്നെയാണ്. സ്റ്റഡി സെയിൽ കിട്ടുന്ന ഒരു വാഹനമാണ്. ടോപ്പ് 10 ലിസ്റ്റിൽ എപ്പോഴും ഇടം പിടിക്കുന്ന ഒരു കാർ തന്നെയാണ് ഇന്ത്യക്കാരുടെ വാഗണാർ. അടുത്ത നമ്മൾ നോക്കുകയാണെങ്കിൽ 4ാം സ്ഥാനം മാരുതിയുടെ ഫ്രോങ്സ് ആണ്. കഴിഞ്ഞ ഏപ്രിൽ 18,829 വാഹനങ്ങൾ. അതിന് കഴിഞ്ഞ വർഷമാണെങ്കിലോ 14,345 വാഹനങ്ങൾ. 31% വർധനമാണ് മാരുതി സുസുക്കി ഫ്രോങ്സിന് കിട്ടിയത്. ഒരു കുറച്ച് ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള ഒരു ബലിനോ, ഇപ്പോൾ നിങ്ങൾക്ക് ബലിനോ എടുക്കുന്ന ആളുകൾക്ക് കുറച്ചും കൂടി ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള ഒരു വാഹനം വേണം. ഒരു 1 ലക്ഷം രൂപയുടെ ഒക്കെ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫ്രോങ്സ് എടുക്കാൻ സാധിക്കും. ഇനി അടുത്ത നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഇന്ത്യക്കാരുടെ സ്വന്തം ടാക്സി സെഗ്മെൻ്റ് ആണെങ്കിലും ഹൗസ് പർപ്പസ് ഒക്കെ ആണെങ്കിലും നമുക്ക് എടുക്കാൻ സാധിക്കുന്ന മാരുതി സുസുക്കി എർട്ടിഗ. ഈ ഒരു വാഹനത്തിൻ്റെ സെയില് വളരെ അത്ഭുതവഹമാണെന്ന് പറയാം. 19,063 വാഹനങ്ങൾ. കഴിഞ്ഞ വർഷമാണെങ്കിൽ 15,780 വാഹനങ്ങൾ കഴിഞ്ഞ വർഷം ഏപ്രിലാണെങ്കിൽ. 21% വർധനവാണ് ഈ 2026 ഏപ്രിലിൽ ഈ വാഹനത്തിന് കിട്ടിയത്. വളരെ നല്ലൊരു വർധനമാണ്. കാരണം ഈ ഒരു വാഹനം അത്രയും വലിയൊരു വാഹനം MPV 7 സീറ്ററിൽ കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10 ലക്ഷത്തിന് ബേസ് മോഡൽ കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാന
മികവ്. ഇത് മാരുതിയെ കൊണ്ട് മാത്രം സാധിക്കുന്നതാണെന്ന് പറയാം. അടുത്ത നമുക്ക് രണ്ടാം സ്ഥാനത്ത് ടാറ്റയുടെ പഞ്ചാണ്. ഈ പഞ്ചിൻ്റെ ഫേസ് ലിഫ്റ്റ് വന്നതിന് ശേഷം ഒരുപാട് വാഹനങ്ങൾ വിറ്റ് പോകുന്നുണ്ട് പഞ്ചിൻ്റേതായിട്ട്. കാരണം ഇതൊരു ബേസ് മോഡൽ ഒരു 6.25 ലക്ഷത്തിനൊക്കെ കിട്ടുമെന്നുള്ളതാണ് ഇതിൻ്റെ വലിയൊരു മികവ് തന്നെ. ഇത് നമ്മൾ AMD നോക്കുകയാണെങ്കിലും ഒരു 9 ലക്ഷത്തിന് AMDയും കിട്ടും. അങ്ങനെ 19,107 വാഹനങ്ങൾ. ഏറ്റവും കൂടുതൽ വർധനവ് ഇയർ ഓൺ ഇയർ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വർധനവ് കിട്ടിയിരിക്കുന്നത് ടാറ്റ പഞ്ചിനാണ്. 19,107 വാഹനങ്ങൾ. കഴിഞ്ഞ വർഷം 12,496 വാഹനങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 53% വർധനമാണ്. ഇനി നമുക്ക് നോക്കാം. എപ്പോഴും മാരുതിയുടെ ഡിസയറാണ് നമ്പർ 1 പൊസിഷനിലുള്ളത്. തുടർച്ചയായിട്ട് ഡിസയറാണ് ഈ ഒരു നേട്ടം കൈവരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇയർലി നമുക്കൊരു ഇയർ നോക്കുകയാണെങ്കിൽ ടോട്ടൽ ഏറ്റവും കൂടുതൽ സെയിൽ കിട്ടിയ വാഹനം ഏതാണെന്ന് ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഈ ഒരു ഡിസയറിനെ തന്നെ പറയാം. കാരണം എല്ലാ മാസവും ഈ വാഹനത്തിന് 24,000, 25,000, 22,000 സെയിൽ എല്ലാ മാസവും കിട്ടുന്നുണ്ട്. സ്റ്റഡി സെയിലാണ് 23,580. കഴിഞ്ഞ വർഷം 16,996 വാഹനങ്ങൾ മാത്രമേ ഈ ഒരു ഡിസയറിന് കിട്ടിയിട്ടുള്ളൂ. കാരണം ടാക്സി സെഗ്മെൻറ്റിലൊക്കെ എടുത്ത് ഒരുപാട് ആളുകൾ ഇപ്പോൾ എടുക്കുന്നുണ്ട്. റോഡിൽ അധികം കാണുന്നില്ല ഈ വാഹനം, കാരണം അധികമായിട്ട് ഇറങ്ങി തുടങ്ങിയിട്ടേ ഉള്ളൂ. ഈ ഒരു ഫേസ് ലിഫ്റ്റൊക്കെ ഒരുപാട് ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു. മൈലേജ് ഇനി നിങ്ങൾക്ക് ടാക്സി സെഗ്മെൻ്റ് ആണെങ്കിൽ ഒരു LPG ഗ്യാസ് ഒക്കെ വെക്കുകയാണെങ്കിൽ, സിലിണ്ടറൊക്കെ വെക്കുകയാണെങ്കിൽ പുറകിൽ പിന്നെയും ഗുഡ് സ്പേസ് ഒക്കെ ഉണ്ട്. 39% വർധനമാണ് ഡിസയറിന് നേടിയത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ 11, 12, 13 ഒക്കെ സ്ഥാനങ്ങൾ മാരുതി തന്നെയാണ് കൈവരിച്ചിരിക്കുന്നത്. മാരുതിയുടെ ബ്രസ്സയാണ് 11ാം സ്ഥാനം. അതുപോലെ വിക്ടോറിയസ് ആണ് 12ാം സ്ഥാനം. 13ാം സ്ഥാനം ഈക്കോയാണ്. ഈ വാഹനങ്ങളൊക്കെ മാരുതിയുടെയാണ്. അതുകൊണ്ടാണ് മാരുതി ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ കഴിഞ്ഞ ഏപ്രിലിൽ വിറ്റത്. എല്ലാ മാസങ്ങളിലും തന്നെ വാഹനങ്ങളിൽ ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്യുന്നത് മാരുതിയാണ്. കഴിഞ്ഞ മാസം 1,90,000 വാഹനങ്ങളാണ് മാരുതി സെയിൽ ചെയ്തത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനൽ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദി ബെസ്റ്റ്.